ഈശ്വരോ ഗുരുരത്നേ സത്യദേഹായ അഷ്ടാമൂർത്തയേ നിമിത്തദക്ഷിണമിദം സർവം തസ്യോപം വ്യാഖ്യാനം ഭൂതം ഭവദ്ഭവിഷ്യതി സർവം ഓംകാര ഏവ യശ്ചാന്യത്ര കാലാതീതം തദപ്യോംകാര ഏവ. സർവം ഹ്യേതദ്ബ്രഹ്മായമാത്മാ ബ്രഹ്മ സ്വയമാത്മാ ചതുഷ്പാദ്. ജാഗരിതസ്ഥാനോ ബഹിപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖസ്ഥൂലഭഗവൈശ്വാനര പ്രഥമപാദഃ. സ്വപ്നസ്ഥാനോ അന്തഃപ്രജ്ഞസപ്താംഗ ഏകോനവിംശതിമുഖ പ്രവിത്തഭുക്തൈജസോ ദ്വിതീയപാദഃ. യത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തസ്സുഷുപ്തം സുഷുപ്തസ്ഥാനൈകീഭൂതപ്രജ്ഞാനഘനേവ ആനന്ദമയൂഹ്യാനന്ദഭുക്ചേതോ മുഖപ്രാജ്ഞസ്തൃതീയപാദഃ. യേശ സർവേശ്വര യേശ സർവജ്ഞ യേശ അന്തര്യാമി യേശ യോനിഃ സർവസ്യത്ര ഭവാപ്യോ ഹി ഭൂതാനാം. നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം നോ ഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃശ്യം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണമചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയഃ. സ്വയമാത്മാധ്യക്ഷരമോങ്കാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദാകാരോ കാരോ മകാര ഇതി. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാല പ്രഥമാമാത്ര ആപ്തൈരാദിമത്വാൻ വാ ആപ്നോതി ഹ വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. സ്വപ്നസ്ഥാനത്തൈജസ ഉകാരോ ദ്വിതീയാ മാത്ര ഉത്കർഷാദ് ഭയത്വാൻ വാ ഉത്കർഷരിഹ വൈ ജ്ഞാനസന്തതിം സമാനശ്ച ഭവതി നാസ്യ ബ്രഹ്മവിദ്കുലേ ഭവതി ഏവം വേദ. സുഷുപ്തസ്ഥാനപ്രാജ്ഞോ മകാലസ്തൃതീയാ മാത്രാമിതേരപീതേർവാ വിനോദിഹ വാ ഇദം സർവമപീതിശ്ച ഭവതി ഏവം വേദ. മാത്രശ്ചതുർത്ഥോ വ്യാവഹാരിക പ്രപഞ്ചോ വശമശിവോ അദ്വൈതൈവം ഓംകാര ആത്മേവ സംവിശതി ആത്മന ആത്മാനം ഏവം വേദ.
അനാഥശാന്തി പ്രകടനത്തിൽ 57ാമത് കാര്യം. സംവൃത്യാ ജായതേ സർവം ശശ്വതം നാസ്തി തേന വൈ സദ്ഭാവേന ഹ്യജം സർവം ഉച്ഛേദസ്തേന നാസ്തി വൈ. മനോ അജാതാത്മനോ അന്യനാസ്തിയേവ തത്കഥം ഹേതുഫലയോ സംസാരസ്യ ഉത്പത്തി വിനാശോ ഉച്യത്തെ. ചോദ്യമാണ്. അജാതാത്മനോ അന്യത് നാസ്തിയേവ മുമ്പ് പറഞ്ഞ വിഷയമാണ്. അജമായിരിക്കുന്ന ഈ ആത്മതത്വത്തിൽ നിന്ന് അന്യമായി, വിജ്ഞാനത്തിൽ നിന്ന് വ്യതിരിക്തമായി മറ്റൊന്നുമില്ല, പ്രപഞ്ചമില്ല. തത്കഥം ഹേതുഫലയോ സംസാരസ്യ ഉത്പത്തി വിനാശവും ഉച്യത്തെ. എന്നിരുന്നിട്ടും ഹേതുഫലങ്ങളുടെ പറഞ്ഞല്ലോ, ധർമാധർമ്മം, അതിന്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ വിത്തും വൃക്ഷവും ഹേതുഫലങ്ങൾ, അതെല്ലാം അടങ്ങുന്ന ഈ സംസാരം, അതിന്റെ ഉത്പത്തി വിനാശവും. സംസാരം എന്ന് പറയുമ്പോൾ ജനന മരണങ്ങളായി, ജനന ഉത്പത്തിയായി, മരണനാശമായി. ഇതെല്ലാം അനുഭവപ്പെടുന്നതിന് എന്ത് സമാധാനം പറയും? മുമ്പ് പറഞ്ഞതാണ്, എന്നാലും അതിന് മറ്റൊരു തരത്തിൽ വിശദീകരിക്കുകയാണ്. ഒന്ന്, പരമാർത്ഥ തത്വം അത് വിജ്ഞാനമാണ്, അത് നിർവികാരമാണ്. മറ്റൊന്ന്, ഇവിടെ ഉത്പത്തി വിനാശങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുന്ന എന്താണ് എന്നാണ് ചോദ്യം. അതിന് സമാധാനം പറയുന്നു. ത്വയാ ശൃണു സംവൃത്യ സംവരണം സമൃദ്ധി അവിദ്യാവിഷയോ ലൗകികോ വ്യവഹാര തയാ സംവൃത്യ ജായതേ സർവം തേന അവിദ്യാവിഷയേ ശാശ്വതം നിത്യം നാസ്തി വൈ. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സംവൃത്തി, സംവൃത്തി കൊണ്ട് സംഭവിക്കുന്നു. എന്താണ് സംവൃത്തി? സംവരണം. അവിദ്യാവിഷയോ ലൗകികോ. സമൃദ്ധി എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തെ മറയ്ക്കുന്നത്. അതാണ് സമൃദ്ധി, സംവരണം എന്ന് പറയുന്നത്. അവിദ്യാവിഷയോ ലൗകികോ വ്യവഹാര. ഈ ലൗകിക വ്യവഹാരങ്ങൾ, അതായത് വിജ്ഞാനം ഏകമായിരിക്കെ, വിജ്ഞാനത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നും ഇല്ലാതിരിക്കെ പിന്നെ വ്യവഹാരം പാടില്ല. വ്യവഹാരം എന്ന് പറയുമ്പോൾ ചിന്ത, അത് ഈ വിജ്ഞാനത്തിൽ സംഭവിക്കാൻ പാടില്ല. മറ്റു പ്രവൃത്തികൾ അതും സംഭവിക്കാൻ പാടില്ല. പിന്നീട് വാക്ക്, ഇന്ദ്രിയങ്ങളുടെ, മറ്റിന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങൾ, പിന്നെ ബാഹ്യമായിട്ടെന്ന രീതിയിൽ അനുഭവപ്പെടുന്ന കർമ്മങ്ങൾ, പരിണാമങ്ങൾ, ഇതാണ് ലൗകിക വ്യവഹാരം. ജീവനെ ആശ്രയിച്ച് നടന്നു വരുന്ന സ്ഥൂല സൂക്ഷ്മ വ്യവഹാരങ്ങൾ. ഇതാണ് ഇവിടെ സമൃദ്ധി എന്ന് പറയുന്നത്. സമൃദ്ധി അവിദ്യ, അവിദ്യാകാര്യം എല്ലാത്തിനും ചേർത്ത് പറയുകയാണ്. ആണ് അവിദ്യാവിഷയം എന്ന് പറയുന്നത്. ഇത് വിജ്ഞാനത്തിന്റെ വിഷയമല്ല. വിജ്ഞാനം ഏകമാണ്. അപ്പോൾ അവിടെ വിഷയഭാവമില്ല. നമ്മൾ പറയുന്നു അവിടെ സമൃദ്ധി അവിദ്യ എന്ന് പറയുന്ന ഒന്നിന് ചേർത്ത്. ലൗകിക വ്യവഹാര തയാ സമൃദ്ധിയാ ജായതേ സർവം. അതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
കാര്യം മുമ്പ് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ശബ്ദം മാറ്റി പറഞ്ഞു. സമൃദ്ധി കൊണ്ട് സംഭവിക്കുന്നു. അവിദ്യാവിഷയെ ശാശ്വതം നിത്യം നാസ്തി വൈ. അതുകൊണ്ട് അവിദ്യാകാര്യമായിരിക്കുന്ന ഈ വ്യവഹാരത്തിൽ ഒന്നിനെയും ശാശ്വതമെന്ന് കരുതണ്ട. കാരണം സമൃദ്ധി അത് പരമാർത്ഥത്തെ മറയ്ക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ്. പരമാർത്ഥത്തെ മറയ്ക്കുന്നതോടൊപ്പം ഈ നാനാത്വങ്ങളെല്ലാം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സാധാരണ അദ്വൈതത്തിൽ അവിദ്യ എന്നാ പറയുന്ന, അല്ലെങ്കിൽ മായ. ഇവിടെ സമൃദ്ധി എന്ന് പറയുന്നു. സമൃദ്ധി ശബ്ദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറയുന്നത് എന്താണ്? കാരണം ഈ സമൃദ്ധി ശബ്ദം കൂടുതൽ ഉപയോഗിക്കുന്നത് അവിദ്യ എന്നുള്ള അർത്ഥത്തിൽ ബൗദ്ധ സാഹിത്യത്തിലാണ്. അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അദ്വൈത സാഹിത്യത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ പദം. എന്നാൽ ബൗദ്ധ സാഹിത്യത്തിൽ, ബൗദ്ധ സാഹിത്യം എന്ന് പറയുമ്പോൾ ശ്രീബുദ്ധന് ശേഷം വന്നിട്ടുള്ള വളരെ പ്രസിദ്ധ ആചാര്യന്മാർ, വിജ്ഞാനഭിക്ഷു, വസുബന്ധു, അശ്വഘോഷൻ, അങ്ങനെ നിരവധി പേരുണ്ട്. അവരെല്ലാം ഉപയോഗിക്കുന്നൊരു പദമാണ് സമൃദ്ധി, അവിദ്യ എന്നുള്ള അർത്ഥത്തിൽ. അതെങ്ങനെ ഇതിനകത്ത് കടന്നു വന്നു എന്നാണ്. അതുകൊണ്ട് പറയുന്നു ഇത് ബൗദ്ധ സാഹിത്യത്തിനോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് എന്നും പറയുന്നു. അത് നിഷേധിക്കാനും വയ്യ. കാരണം ഇവിടെ പറയുന്ന വിജ്ഞാനം, വിജ്ഞപ്തി തുടങ്ങിയതെല്ലാം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ബൗദ്ധ സാഹിത്യത്തിലാണ്. പ്രത്യേകിച്ച് വിജ്ഞാന ശബ്ദം ഇവിടെ അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിലത് കുറവാണ്, മറ്റു ഉപനിഷത്തുകളിലും കുറവാണ്. ഇവിടെ കാരികയിൽ വിശേഷിച്ചു. അതുകൊണ്ട് ബൗദ്ധ സാഹിത്യത്തെ പിന്തുടർന്ന് വന്ന ഒന്നാണ് ഇത് എന്ന് ചിലർ സമർത്ഥിക്കുന്നു. ഗൗഡപാദാചാര്യര് അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ച് അതിനെ അദ്വൈതത്തിന് പറ്റിയ രീതിയിൽ മാറ്റിയെന്നാണ്. ഭാഷ്യകാരൻ അതിനനുസരിച്ച് ഭാഷ എഴുതി. പക്ഷെ ഭാഷ്യകാരൻ ആവർത്തിച്ച് ബൗദ്ധ ദർശനങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ട്. ബൗദ്ധ ദർശനത്തോടുള്ള കടപ്പാട് എങ്ങനെ വരും എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്ന് പറയുന്നത് ഭാഷ്യകാരൻ ബൗദ്ധാചാര്യന്മാരെ മാത്രമല്ല, ആസ്തികന്മാരായ കപിലൻ, പതഞ്ജലി, കണാദൻ, ഗൗതമൻ തുടങ്ങിയ ഋഷിമാരെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. ജൈമിനി, അവരെല്ലാം ആസ്തികന്മാരാണ്. നിഷേധിച്ചിട്ടും അവരിൽ നിന്ന് പലതും സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ സിദ്ധാന്തങ്ങളുടെ പല അംശങ്ങളെ സ്വീകരിച്ചു. അതുപോലെ നാസ്തികനായി ഗണിച്ചിരുന്ന നാസ്തികന്മാരായ ആചാര്യന്മാരെ നിഷേധിച്ചിട്ട് അവരിൽ നിന്ന് പലതും സ്വീകരിച്ചു എന്ന് പറയുന്നു. എന്തായാലും ഇതിന് ആ ബൗദ്ധ സാഹിത്യത്തോടുള്ള ബന്ധം വളരെ വ്യക്തമാണ്. അതിനൊരു തെളിവാണ് ഈ സമൃദ്ധി എന്ന് പറയുന്ന ശബ്ദം. ദ്വേ സത്യേ സമുപാശ്രിത്യ ബൗദ്ധാനാം ധർമ്മദേശന ലോക സമൃദ്ധി സത്യം ച പരമാർത്ഥത. ബൗദ്ധാചാര്യൻ പറഞ്ഞിരിക്കുന്നതാണ്. രണ്ട് സത്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ബുദ്ധന്റെ ഉപദേശങ്ങൾ. ലോക സമൃദ്ധി സത്യം അതിനാണ് നമ്മൾ അദ്വൈതത്തിൽ പറയുന്നത് വ്യാവഹാരിക സത്യം. സത്യം ച പരമാർത്ഥത, പാരമാർത്ഥിക സത്യം. വ്യാവഹാരിക സത്യവും പാരമാർത്ഥിക സത്യവും എന്ന് പറയുന്ന രണ്ട് സത്യത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ബൗദ്ധ ഉപദേശങ്ങളെല്ലാം. അവിടെയും പറയുന്നതാണ് ലോക സമൃദ്ധി സത്യം. അവിടെ ഈ സമൃദ്ധിയെക്കുറിച്ച് പറയുന്നു. അത് അവരും പറയുന്നുണ്ട്, അത് ആവിദ്യകമാണ്, അതിനപ്പുറം പരമാർത്ഥമായിട്ടൊന്നുണ്ട്
എന്ന് പറയുമ്പോൾ അത് അതിനെ തന്നെ ഒന്ന് പരിഷ്കരിച്ചാണ് ഇവിടെ വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം എന്നിങ്ങനെ രണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം കൊണ്ട് ആണ് ഈ ബന്ധത്തെ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് ശങ്കരാചാര്യർ പലരും പറയുന്നത്. മാണ്ഡ്യത്തിലെ മറ്റും സംബന്ധിച്ച് പൂർണ്ണമായും പ്രച്ഛന്ന ബൗദ്ധൻ തന്നെയാണ്. കാരണം എന്തുകൊണ്ട് ബൗദ്ധന്മാരെന്താ ചെയ്തത്? ഒരു വേദപ്രമാണത്തെ നിഷേധിച്ചു. പ്രധാനമായിട്ടും അതാണ്. എവിടെയും ഫലത്തിൽ എന്താണ്? ഫലത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഒരേ ഒരു വിജ്ഞാനം മാത്രം. അതിൽ മറ്റു ഒരു തരത്തിലുള്ള പ്രമേയ വ്യവഹാരങ്ങളും പരമാർത്ഥത്തിലില്ല. അവരും അതേ പറയുന്നുള്ളൂ. ലോക സമൃദ്ധി സത്യം, സത്യന്റെ പരമാർത്ഥത. പരമാർത്ഥത്തിലൊന്നുമില്ലെന്ന് അവരും പറയും. ഇവിടെ അത് തന്നെ പറയും. ഒന്നുമില്ലെങ്കിൽ പിന്നെ അവിടെ പ്രമാണമില്ല. പ്രമാണപ്രവൃത്തിയില്ലെങ്കിൽ പിന്നെ അവിടെ വേദത്തിന് സ്ഥാനമില്ല. അപ്പോൾ ഒരു രീതിയിൽ ബൗദ്ധന്മാർ വേദപ്രമാണത്തെ നിഷേധിച്ചെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതെല്ലാം മായികമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യരും അത് തന്നെ ചെയ്തു. അതുകൊണ്ട് ജൈമിനിയുടെ അനുയായികളും മറ്റും, അതായത് വേദപ്രാമാണ്യത്തെ മുറുകെ പിടിക്കുന്നവർ പറയുന്നത് എന്താണ്? ശങ്കരാചാര്യർ പ്രച്ഛന്ന ബൗദ്ധനാണ് എന്ന് പറയുന്നു. ഫലത്തിലൊന്നും തന്നെ സംഭവിച്ചല്ലോ, വേദത്തിനും വിലയില്ലാതെ വന്നു. അതുകൊണ്ട് എന്തായാലും ശരി, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ സമൃദ്ധി ശബ്ദം വന്നതുകൊണ്ട് പറഞ്ഞാണ്. ഇവിടെ പറയുന്നു എന്താണ്? അവിദ്യാവിഷയേ ശാശ്വതം നിത്യം നാസ്തി വൈ. അവിദ്യ കാര്യമായി അനുഭവപ്പെടുന്ന ഇവിടെ പറഞ്ഞു ഇത് കേവലമായൊരു വിജ്ഞാനഭാനമാണ്, പ്രതീതിയാണ്. ഇവിടെ അവിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് ശാശ്വതമായി നിത്യമായി ഒന്നിനെയും കാണാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പലതും നിത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതഃ ഉത്പത്തി വിനാശലക്ഷണ സംസാര ആയത ഇത്യുച്യത്തെ. അപ്പോൾ മുമ്പ് പറഞ്ഞു എന്താണ്? ഈ സംസാരം ദീർഘമായി പോകും. ഇതിന്റെ അജാതിയെ സ്വീകരിച്ചില്ലെങ്കിൽ സംസാരം ഇത് അനന്തമായി തുടരും. ഇതിനെ അംഗീകരിക്കേണ്ടി വരും. ജനനത്തെ അംഗീകരിച്ച് സ്ഥിതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് അനന്തമായി പോകും. കാരണം നാശം സംഭവിച്ചാലും വീണ്ടും ജനനം സംഭവിക്കാം. അതുകൊണ്ട് ജനിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു, നശിക്കുന്നു, അതുകൊണ്ടെല്ലാം അവസാനിക്കുന്നു കരുതാൻ വയ്യ. ഒരിക്കൽ ജനനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നാശത്തിന് ശേഷവും വീണ്ടും ജനനത്തെ സ്വീകരിക്കേണ്ടി വരും. സംസാരം ദീർഘമായി തീരും ഇത് സത്യമായി സ്വീകരിച്ചു. അതിനെ നമ്മൾ പറയുന്നത് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു എന്ന് പറയുന്നു. പുനർജന്മത്തെ സ്വീകരിക്കുന്നു. ആരാണ് പുനർജന്മത്തെ സ്വീകരിക്കുന്നത്? സത്യമാണെന്ന് കരുതുന്നവർ. ജനനം സത്യമാണെന്ന് കരുതിയാൽ അവിടെ പുനർജന്മമുണ്ട്. ജനനം സത്യമല്ലെങ്കിൽ പിന്നെ ഇവിടെ പുനർജന്മം സംഭവിക്കത്തില്ല. പുനർജന്മത്തെ അംഗീകരിച്ചാലോ ഇതൊരിക്കലും അവസാനിക്കത്തില്ല. എന്തുകൊണ്ട്? നാശം അടുത്ത ഒരു ജന്മത്തിന് കാരണമായി നിൽക്കും. പുനർജന്മം അംഗീകരിച്ചാൽ, ജനനം സത്യമായി അംഗീകരിച്ചാൽ പുനർജന്മത്തെ അംഗീകരിക്കും. പുനർജന്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സംസാരം അവസാനിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അദ്വൈതത്തിൽ പല ആചാര്യന്മാരും പുനർജന്മത്തെ അംഗീകരിക്കുന്നതിന് ഒരു തരത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാനേ സാധ്യതയില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് പുനർജന്മത്തെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ജന്മത്തെ അംഗീകരിക്കണം. ജന്മത്തെ അംഗീകരിച്ചാൽ പോലെ അത് സത്യമായി അംഗീകരിക്കും. അംഗീകരിച്ചാലോ മോക്ഷം അസാധ്യമായി തീരും, സംസാരം അനന്തമായി തീരും. അതുകൊണ്ടത് അംഗീകരിക്കുന്നില്ല. അജാതി അതിവിടെ പറയുന്നു. ജനനമേ ഇല്ല. അതുകൊണ്ട് ഇവിടെ ശാശ്വതമായി ഒന്നുമില്ല. അതുകൊണ്ട് സംസാരം ദീർഘമായി തുടരും എന്നുള്ള കൽപ്പനയ്ക്കൊരു അടിസ്ഥാനവുമില്ല. പരമാർത്ഥ സദ്ഭാവേന അജം സർവം ആത്മൈവ യസ്മാ. അതുകൊണ്ടെന്താണ്?
പരമാർത്ഥ സദ്ഭാവേന. സദ്ഭാവം ഒന്നിനേ ഉള്ളൂ, പരമാർത്ഥത്തിന് മാത്രം. ആത്മരൂപത്തിൽ സർവവും നിലനിൽക്കുന്നു എന്നും പറയാം. ആത്മഭിന്നമായിട്ടല്ല, ആത്മരൂപമായി ഈ സർവവും നാമരൂപങ്ങളും പ്രപഞ്ചവും എല്ലാം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാലും ദോഷം. ആത്മരൂപം എന്ന് പറയുമ്പോൾ എന്തായി? അതിൽ നിന്ന് വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടല്ല. അതങ്ങനെ നിലനിന്നോട്ടെ വിജ്ഞാനമായിട്ട്. അത് നമുക്ക് അജമെന്നോ നിത്യമെന്നോ വിളിക്കുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷേ വിജ്ഞാനം വ്യതിരിക്തമായി ഒന്ന് കാണുകയും അതിനെ സത്യമെന്ന് പറയുകയും ചെയ്താൽ സംസാരം അവസാനിക്കാതെ വരും. മോക്ഷശാസ്ത്രം തന്നെ വ്യർത്ഥമായി തീരും. അതുകൊണ്ട് അജം സർവം ആത്മൈവ, അജം ആത്മൈവ സർവം, സർവവും അജമായിരിക്കുന്ന ആത്മാവ് തന്നെയാണ്. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാതിയെക്കുറിച്ച് പറയുന്നത്. അതോ ജാത്യാദ്യഭാവ ഉച്ഛേദ തേന നാസ്തവൈ കസ്യചിത് ഹേതുഫലാദേഹി. അതുകൊണ്ടെന്താണ്? ജന്മാദികളില്ല. ജന്മാദികൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ടല്ല, സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അതില്ല തന്നെ പരമാർത്ഥത്തിൽ. അതുകൊണ്ട് കസ്യചിത് ഹേതുഫലാദേഹി. അതുകൊണ്ടെന്താണ്? ആദ്യം എന്താണ്? വൃക്ഷമാണോ അതേ ആദ്യം ഫലമാണോ എന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്തുകൊണ്ട്? ഹേതുഫലങ്ങളില്ല തന്നെ. ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് എന്തിനാ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു എന്നാണ്. ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമാധാനം ഇല്ലാതെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഈ ഹേതുഫല കൽപ്പന ഇത് അസംബന്ധമാണ്, അങ്ങനെയൊന്നില്ല എന്ന് മനസ്സിലാക്കണം. സംവൃത്യാ ജായതേ സർവം ശശ്വതം നാസ്തി തേന വൈ സദ്ഭാവേന ഹ്യജം സർവം ചേദസ്തേന നാസ്തി വൈ. ധർമായ ഇതി ജായന്തേ ജായന്തേ തേന തത്വതഃ ജന്മമായോപമം തേഷാം സാ ച മായാ ന വിദ്യതേ. യേപ്യാത്മനോ അന്യേ ധർമാ ജായന്തേ ഇതി കല്പ്യതേ തേ ഇത്യവം പ്രകാര യഥോക്ത സമൃദ്ധി നിർദ്ദിശ്യതേ. സമൃദ്ധിയായവ ധർമാ ജായന്തേ. ഇത് എത്ര ബോധിപ്പിച്ചാലും തോന്നും അത് അനുഭവത്തിന് വിരുദ്ധമാണ്. അത് വീണ്ടും ചോദിക്കുന്നു, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ശരി, അന്യമായ ധർമ്മം ജീവന്മാര് തന്നെ. ഇവിടെ ഏകജീവനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അനേക ജീവന്മാരെ കാണുന്നുണ്ടല്ലോ. ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യൻ ശ്രവിക്കുന്നു. അവിടെ തന്നെ രണ്ടായി. ഏകജീവനെന്ന് നിങ്ങളെ പറയാൻ പറ്റും? ഏകജീവനാണെങ്കിൽ ആരും ഉപദേശിക്കുന്നു, ആരും ശ്രവിക്കുന്നു. അവിടെ എന്ത് മോക്ഷശാസ്ത്രം? അതിനൊന്നും നിലയില്ലല്ലോ. സർവം ജായതേ ഇതി കല്പ്യതേ എന്നാണല്ലോ നമ്മൾ കരുതുന്നത്. നമ്മുടെ അനുഭവം അങ്ങനെയാണല്ലോ എന്നാണ്. അങ്ങനെയാണ് വ്യവഹാരം. പക്ഷെ ഇതെന്താണ്? ഇത് കേവലം സമൃദ്ധിയാണ്. സമൃദ്ധ്യ ജായന്തേ സമൃദ്ധിയേവ ധർമ്മ ജായന്തേ നദേ തത്വതഃ പരമാർത്ഥതോ ജായന്തേ. പറയുന്നു ആ ജനനത്തെ അംഗീകരിക്കും. ജന്മസ്ഥിതി ഭംഗങ്ങളെല്ലാം അംഗീകരിക്കാം. പക്ഷെ അതിനോടുകൂടി സമൃദ്ധിയെ കൂടി ചേർക്കണം. സമൃദ്ധി കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ വെറുതെ പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജന്മാദികളെ നിഷേധിച്ചിട്ട് എന്താ ലാഭം?
അനുഭവത്തിന് വിരുദ്ധമായി സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണ് സമൃദ്ധി? നമ്മുടെ അനുഭവം തന്നെ, അത് പക്ഷെ വാസ്തവമല്ല. അവിടെ സമൃദ്ധി എന്നൊന്നിനെ കൂടെ ചേർക്കുക. അവിദ്യ, അതുകൊണ്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ഒരു ജീവൻ തന്നെ വേറെ കാണുന്നു മറ്റു ജീവന്മാരിൽ നിന്നും. അതുകൊണ്ട് തന്നെ തന്നെ അന്യമായി മറ്റു ജീവന്മാരെയും കാണുന്നു. ദ്വൈതാനുഭവം നിലനിൽക്കുന്നു. അനേക അനന്ത ജീവന്മാരുടെ അനുഭവം ഓരോ ജീവനും നിലനിൽക്കുന്നു. തേ എന്ന പരമാർത്ഥത, അതൊന്നും പരമാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല. എല്ലാ അനുഭവത്തിൽ നിൽക്കുന്നു. കേവലമായ ഈ വിജ്ഞാനത്തിലാണ് അനന്തമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. അങ്ങനെ അനുഭവപ്പെടാമെങ്കിൽ ഈ വിജ്ഞാനത്തിൽ അനന്തമായ ജീവന്മാരെ അനുഭവപ്പെടാം. അനന്തമായ പദാർത്ഥം കൊണ്ട് ജനന മരണങ്ങളെല്ലാം അനുഭവപ്പെടാം. യത് പുനഃ തത് സംവൃത്യാ ജന്മ യേഷാം ധർമാണാം യഥോക്താനാം യഥാ മായയാ ജന്മ തഥാ തത് മായോപമം പ്രത്യേകവ്യം. അതെങ്ങനെ പറയുന്നത്? മായോപമം, ഇന്ദ്രജാല സമമാണ്. മായ എന്ന് വെച്ചാൽ ഇന്ദ്രജാലം. ഇന്ദ്രജാല തുല്യമാണ്. കാര്യകാരണ ബന്ധം കൂടാതെ തന്നെ അവിടെ കാര്യകാരണ ബന്ധത്തെ കാണിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു ബന്ധമില്ല, ഇല്ലെങ്കിലും കാണിക്കുന്നു. അതാണ് ഇന്ദ്രജാലത്തിന്റെ പ്രത്യേകത. അതുപോലെ സമൃദ്ധിയ ജന്മ, സമൃദ്ധി കൊണ്ട് സംഭവിക്കുന്നതാണ്. സമൃദ്ധിയ ജന്മഭവതി തേഷാം ധർമാണാം യഥോക്താനാം യഥാമായ, ഇന്ദ്രജാലം കൊണ്ടെന്നതുപോലെ മായ നാമ വസ്തു തർഹി പറയുന്നു. ഇത്രയും വലിയ ഒരു ദൃശ്യപ്രപഞ്ചത്തെ, ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കാൻ കഴിവുള്ള വിജ്ഞാനത്തിൽ അതൊന്നും ഇല്ലെന്നാ പറയുന്നത്. ആ മായ അതൊരു സ്വതന്ത്രമായ വസ്തുവാണോ? നിങ്ങൾ മായ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് പറയുന്നു. മേവും ഞങ്ങൾ മായി അംഗീകരിക്കുന്നില്ല. സമൃദ്ധി, അവിദ്യ, ഈ പറയുന്ന ഒന്നിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ഇതാണെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതോ അതും ശരിയാണ്. ഇതുണ്ടാക്കുന്നതാണ്. എന്താണോ ഇതിനെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നത് അതില്ലാത്തതാണ് പറയുന്നത്. ഈ ദൃശ്യത്തെ, ഈ അനുഭവത്തെ എല്ലാം ഉണ്ടാക്കി കാണിക്കുന്ന ഒന്ന് അതില്ലാത്തതാണ് പറയുന്നത്. പറയും ഇല്ലാത്തതിനെങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും? അതുകൊണ്ടാണല്ലോ ഇതും ഇല്ല എന്ന് പറയുന്നത്. ഇല്ലാത്തതുണ്ടാക്കി അതെങ്ങനെയിരിക്കും? അതില്ലാത്തതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? മായ എന്ന് പറയുന്ന ഒന്നുമുണ്ട്, അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന ഒന്നുമുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അതിനെക്കുറിച്ച് പറയുന്നത്. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട്, വിജ്ഞാനം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിനോടൊപ്പം ഒരു അവിദ്യ, സമൃദ്ധി, മായ, അങ്ങനെ ഒന്നുകൂടെ ഉണ്ടെന്നല്ല. അതിനു വേണ്ടിയിട്ടല്ല അതിനെ ബോധിപ്പിക്കുന്നു. അതിനെ ബോധിപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? അതിനെ ബോധിപ്പിക്കുന്ന ബോധമാണ്. ബോധം കൊണ്ട് ബോധിപ്പിച്ചാൽ എന്താ മനസ്സിലാകുന്നതിനെ സംബന്ധിച്ച് അത് ഇല്ലാത്തതാണ് എന്നാണ് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇരുട്ടിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? വെളിച്ചം കൊണ്ട്. വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടവിടെ നിൽക്കും. ഇരുട്ടവിടെ കാണത്തില്ല, വെളിച്ചമേ കാണും. ഇവിടെ ഉള്ള ആ ബോധനം, അതാണ് വെളിച്ചം. മായയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ, മായയെ നമ്മൾ ബോധിക്കാൻ ശ്രമിച്ചാൽ പിന്നെ മായ, പിന്നെ മായ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും? പിന്നെ എന്താ ഇത്? എന്തിനാണ് നിങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചത്? നിങ്ങൾ ഇരുട്ട് നഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാൻ കഴിയുന്നു? വെളിച്ചത്തെ മാത്രം. മറ്റെന്തെങ്കിലും ഇവിടെ കാണാൻ പറ്റും? അപ്പോ പിന്നെ ഇരുട്ടായി കണ്ടതോ?
അത് വെളിച്ചത്തിൽ നിന്നും വേറിട്ടൊരു വസ്തു ആയിരുന്നില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ വേറൊന്നായിരുന്നെങ്കിൽ അതിനെ വെളിച്ചത്തിനും കാണേണ്ടതായിരുന്നു. വെളിച്ചത്തിൽ നിന്ന് അന്യമായൊരു വസ്തുവാണ് ഇരുട്ടെങ്കിൽ ആ വെളിച്ചത്തിൽ നിന്ന് കാണേണ്ടതാണ്. എങ്ങനെ? ഇത് വെളിച്ചം, ഇതിരുട്ട്. പക്ഷെ വെളിച്ചത്തിൽ അതിനെ കാണാൻ പറ്റത്തില്ല. പറയാം വെളിച്ചത്തിന്റെ അപ്പുറത്തുണ്ടല്ലോ, പക്ഷെ അവിടെ വെളിച്ചമില്ലല്ലോ. വെളിച്ചത്തിൽ അതിനെ കാണാൻ കഴിയത്തില്ല. അതുപോലെയാണ് മായയുടെ കഥയും അവിദ്യയുടെ കഥയും. അവിദ്യയെ ബോധിപ്പിക്കുന്നു, പക്ഷെ ആ ബോധനത്തിൽ അവിദ്യക്ക് നിൽക്കാനൊക്കത്തില്ല. നിന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഇത് അവിദ്യയെ തിരിച്ചറിഞ്ഞ ബോധം, ഇത് അവിദ്യ. അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട്? അവിദ്യയെ തിരിച്ചറിയുന്ന ബോധത്തിൽ അവിദ്യ നശിച്ചു. പിന്നെന്താ? ആ ബോധം മാത്രം. അവിടെ അവിദ്യയെ വേർതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ആ ബോധത്തിൽ നിന്നും അന്യമായി അവിദ്യയില്ല. മായിനോ അന്യത്. മായി, ആ മായാവിയിൽ നിന്നും അന്യമായി മായയില്ല. അതാണ്. അതുകൊണ്ട് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഈ മായ അല്ലെങ്കിൽ അവിദ്യ അതുകൊണ്ട് എന്നല്ല നമ്മളെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് സാധാരണ അദ്വൈതിയുടെ നേരെ ആക്ഷേപമായിട്ട് പറയും മായാവാദി. അപ്പോ അദ്വൈതി അത് പറയുന്ന കേട്ടാത്തൊന്നും അദ്വൈതി മായയെ അംഗീകരിക്കുന്ന ആളാണ്. അദ്വൈതി മായയെ അംഗീകരിക്കുന്ന ആളല്ല. അദ്വൈതത്തിൽ മായ അംഗീകരിച്ചാൽ പിന്നെ ദ്വൈതമായി. എന്തുകൊണ്ട്? അദ്വൈതവും മായയും രണ്ടുപേരും. അദ്വൈതി മായയെ അംഗീകരിക്കുന്ന ആളല്ല, അവിദ്യ അംഗീകരിക്കുന്ന ആളല്ല, മറിച്ച് പാടെ നിഷേധിക്കുന്ന ആളാണ്. അപ്പോൾ ചോദിക്കുന്നത്, ഒരിക്കൽ ഉണ്ടെന്ന് പറയുന്നു, പിന്നെ ഒരിക്കൽ ഇല്ലെന്ന് പറയുന്നു. അതിലേതാ ശരി? പ്രപഞ്ചം നമുക്കുണ്ടെന്ന് അനുഭവപ്പെടുന്നു, ഇല്ലെന്നും അനുഭവപ്പെടുന്നു. ഇതിലേതാ ശരി? ഉണ്ടെന്ന് അനുഭവപ്പെടുന്ന എവിടെ? ജാഗ്രത സ്വപ്നങ്ങൾ. അതില്ലാതാകുന്ന എവിടെ? സുഷുപ്തി. ഇതിലേതാ ശരി? ഇതിനെ നമ്മൾ ശരിയെന്ന് വിളിക്കും. ജാഗ്രത സ്വപ്നവുമാണോ ശരി, അതേ സുഷുപ്തിയാണോ ശരി? അപ്പോൾ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒരു ശരിയേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ ബാക്കിയുള്ള എല്ലാത്തിനും ചേർത്ത് പറയുന്ന പേരാണ് ഇല്ലാത്തത്. അവിദ്യ, മായ. അതുകൊണ്ടാണ് മായയ്ക്ക് അങ്ങനെ ഒരു നിർവചനം പറയുന്നത്. അതില്ലാത്തതാണ് എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. എന്തുകൊണ്ട്? അതിന് ഈ ബോധത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ബോധം കൊണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. ബോധത്തിൽ അത് പ്രകാശിക്കുന്നില്ല. അതാണ്. പിന്നെ ആർക്കായി മായ ഉള്ളത്? ആർക്കായി ഇരുട്ടുള്ളത്? വെളിച്ചമില്ലാത്തത്. അപ്പോൾ അദ്വൈതിയല്ല മായാവാദി, ദ്വൈതിയാണ്. എന്തുകൊണ്ട്? അവനാണ് ഈ മായ ഉള്ളത്. അവനിൽ വെളിച്ചമില്ല, അദ്വൈത പ്രകാശം. അതുകൊണ്ട് അവനെ സംബന്ധിച്ച് മായയുണ്ട്. അതുകൊണ്ട് മായാവാദി എന്ന് പറയുന്ന ആര്? അദ്വൈതിയല്ല, ദ്വൈതിയാണ്. അവന് മായ ആശ്രയിക്കുന്നു. എന്നാ പേര് പറയത്തില്ല. അവിദ്യ എന്നുള്ള പേര് പറയത്തില്ല. പറയും എന്താണ്? അത് ശക്തിയാണെന്നോ മറ്റെന്തെങ്കിലും പേരിൽ പറയും. ഫലമൊന്നും തന്നെ. രണ്ടാമതൊന്നിനെ കൂടി അംഗീകരിക്കേണ്ടി വരിക. പരമാർത്ഥ തത്വത്തിൽ നിന്നും അന്യമായ ഒന്നിനെ കൂടി ആശ്രയിക്കേണ്ടി വരിക. അതിവിടെ അദ്വൈതത്തിൽ സ്വീകരിക്കുന്നില്ല. അവിടെ പറയുന്നത് എന്താണ്? അത് അനന്യമാണ്, മായാവിയിൽ നിന്നും അന്യമല്ല. അതിന്റെ അസ്തിത്വത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല, സമർത്ഥിക്കുന്നില്ല. അതാണ് സാച മായ ന വിദ്യതേ. എന്നാലും നമ്മൾ പറയാറുണ്ടല്ലോ, എന്നെ മായ പിടികൂടിയിരിക്കുന്നു,
എനിക്ക് ആ മായയിൽ നിന്ന് മോചനം നേടണം, മായയിൽ നിന്നുള്ള മോചനമാണ് മുക്തി എന്നെല്ലാം നമ്മൾ പറയാറുണ്ടല്ലോ. അത് ഇല്ലാത്ത മായയെ ഉണ്ടെന്ന് കൽപ്പിച്ചിട്ട് പറയുന്നതാണ്, കൽപ്പന കൊണ്ട് പറയുന്നതാണ്. ഉള്ള മായയല്ല ഈ കൽപ്പനകളൊക്കെ സൃഷ്ടിക്കുന്നത്, പരമാർത്ഥത്തിലില്ലാത്ത. എന്നാലും അത് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നുണ്ടല്ലോ. ഞാൻ മായാധീനനാണ്, ഈശ്വരൻ മായാമുക്തനാണ് എന്നൊക്കെ ശാസ്ത്രത്തിൽ പോലും പറയും. അതെന്തുകൊണ്ട്? ഇല്ലാത്ത ഒന്നിൽ സത്യം ആരോപിക്കുന്നു. തന്റെ സ്വരൂപമായിരിക്കുന്ന ആ സത്യം ഇല്ലാത്ത ഒന്നിൽ ആരോപിക്കുന്നു. ഇല്ലാത്ത സർപ്പത്തെ ആരോപിച്ചതുപോലെ, ഇല്ലാത്ത മരുമരീചികയെ ആരോപിച്ചതുപോലെ. അപ്പൊ ഇല്ലാത്തതിനെ ആരോപിക്കുക എന്ന് പറയുന്നത് ഈ ബോധത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് മായയും ഉള്ളതായിട്ട് ആരോപിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ്? മായേറ്റി അവിദ്യമാനസ്യ ആഖ്യ ഇത്യഭിപ്രായ. അതുകൊണ്ട് മായ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? അത് ഇല്ലായ്മയുടെ പേരാണ് ആ പറയുന്നത്, ഉണ്മയുടെ പേരല്ല. ഉണ്മയാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത്. ഇല്ലായ്മയെ പറയുന്നു എന്താണത്? മായ എന്ന് പറയുന്നു. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശൂന്യമായിട്ടാണ്. ശൂന്യതയിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇല്ലായ്മയ്ക്ക് എങ്ങനെ ഇതൊക്കെ സൃഷ്ടിക്കാൻ കഴിയും? ഇവിടെ പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം എല്ലാം മായാകാര്യമെന്ന് പറയുന്നു. ഇല്ലായ്മയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതാണ് മുമ്പ് പറഞ്ഞ എന്താണ്? ഇല്ലായ്മ സൃഷ്ടിച്ചതും ഇല്ലായ്മയെ തന്നെ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അജാതിയിലെത്തിച്ചേരും. അതിനെന്താ അജാതി? അത് അവിജ്ഞാനമാണ്. കേവല വിജ്ഞാനത്തിന് മാത്രമേ ഉണ്മയുള്ളൂ എന്ന് ആ വിജ്ഞാനത്തിൽ എത്തിച്ചേരും. നമ്മുടെ മനനത്തെ വിജ്ഞാനത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശാസ്ത്രത്തിൽ മായയെ അവതരിപ്പിച്ചിട്ട് ആ മായയെ തന്നെ നിഷേധിക്കുന്നത്. അതിന് അധ്യാരോപ അപവാദ തന്ത്രം എന്ന് അദ്വൈതികൾ പറഞ്ഞു. അപവദിക്കണമെങ്കിൽ അധ്യാരോപം നടത്തണം. ഒന്നിനെ ഇല്ല എന്ന് പറയണമെങ്കിൽ ആദ്യം അതിനെ അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനെ ഇല്ല എന്ന് പറയും? നിഷേധത്തിനൊരു വിഷയം വേണം. അപ്പം നിഷേധത്തിനൊരു വിഷയം എന്നുള്ള നിലയ്ക്ക് മാത്രം താത്കാലികമായി മായയെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? വ്യാവഹാരികമായി മായയെ അംഗീകരിച്ചുകൊണ്ട് പാരമാർത്ഥികമായി മായയെ നിഷേധിക്കുന്നു. അതാണ് അദ്വൈതം. വ്യാവഹാരികമായി നിഷേധിക്കുന്നുമില്ല, പാരമാർത്ഥികമായി അംഗീകരിക്കുന്നുമില്ല. ഏതിനെ? മായയെ. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ആ രണ്ട് ഭാഗം മനസ്സിലായാൽ അദ്വൈത താല്പര്യം പിടികിട്ടും. അതാണ് ഇവിടെയും പറയുന്നത്. സാധമായ ന വിദ്യതേ, അങ്ങനെ ഒന്നില്ല. വേറെ തരത്തിൽ ചോദ്യം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയും. ബ്രഹ്മം സത്യമാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ മിഥ്യ എന്ന് പറയുന്നത് എന്താ? അതുള്ളതാണോ ഇല്ലാത്തതാണോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ അസംബന്ധമായി. ഉണ്ടെന്ന് പറഞ്ഞാലോ ബ്രഹ്മസത്യം ഒന്ന്, ജഗത് മിഥ്യ രണ്ടാമത്തെ, രണ്ടെണ്ണമായി. അദ്വൈതഹാനി. അദ്വൈത സിദ്ധിയിലും മറ്റും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ ശരിയാകും? അതിന്റെ സമാധാനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹജമായ നവിദ്യത, പരമാർത്ഥത്തിൽ അത് നിലനിൽക്കുന്നില്ല, ഉള്ളതുപോലെ അനുഭവപ്പെടുന്നെങ്കിലും എന്ന് മനസ്സിലാക്കിയാൽ മതി. ധർമ്മ ഇതി ജായന്തേ ജായന്തേ തേന തത്വത ജന്മമായോപമം തേഷാം
സചമായ ന വിദ്യതേ യഥാ മായാമയാദ് ബീജാത് ജായതേ തന്മയോങ്കുരഃ നാസോ നിത്യോ ന ചോച്ഛേദി തദ്ധർമ്മേഷു യോജന. കഥം മായോപമം തേഷാം ധർമ്മാണാം ജന്മ ഇത്യാഹ. അതുകൊണ്ട് ഇവയുടെ എല്ലാം എന്താണ് ഈ വിജ്ഞാനത്തിൽ നിന്നും വ്യതിരിക്തമായി കാണുന്ന സർവധർമ്മങ്ങൾ ഓരോ ജീവന്മാരും, അതായത് പ്രപഞ്ചഭേദം, അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആ ഭേദബോധത്തെ നിരാകരിക്കാം. എല്ലാം ഒന്ന് തന്നെ എന്നിങ്ങനെ. എങ്ങനെ ഒരു മണ്ണിൽ നിന്ന് പല വസ്തുക്കളുണ്ടാക്കി അത് മണ്ണ് തന്നെ, അഭേദം നശിച്ചു. ആ തരത്തിൽ ആ യുക്തി കൊണ്ട് നമുക്ക് ആ ഭേദത്തെ നിഷേധിക്കാൻ പറ്റും. പക്ഷേ ജീവഭേദത്തെ എങ്ങനെ നിഷേധിക്കും? ഒരു ജീവൻ മറ്റൊരു ജീവനിൽ നിന്നുണ്ടാകുന്നതായി നമ്മൾ കാണുന്നില്ല. ഭൗതിക വസ്തുക്കൾ അങ്ങനെയല്ല, ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നു. ഈ ശരീരം അങ്ങനെയല്ല, ഒരു ശരീരം മറ്റൊരു ശരീരത്തിന് ജന്മം കൊടുക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവഭാവത്തിലിരിക്കുന്ന ചൈതന്യം അതെങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ജഡം, ഒരു ജഡ മറ്റൊരു ജഡത്തിന് കാരണമൊന്നേ കാണുന്നു. അതുകൊണ്ട് ഈ ഭൗതികമായ ഭേദത്തെ യുക്തികൾ കൊണ്ട് നിഷേധിച്ചാലും ആത്മഭേദത്തെ ഗ്രഹിക്കുന്ന കാര്യം വളരെ പ്രയാസമാണ്. നമ്മുടെ അനുഭവം തന്നെ ആ ഭേദത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എങ്ങനെ? ഞാൻ, നീ, ഈ അനുഭവം. അപ്പൊ ഞാനെന്ന് എന്നിലിരിക്കുന്ന ജീവനെ കുറിച്ച് ഞാൻ പറയും, നീ എന്ന് അന്യജീവനെ കുറിച്ച് പറയും. ഇതിന്റെ അഭേദം വരണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഞാൻ എല്ലാത്തിനെയും ഞാനെന്നറിയണം, നീ ഞാൻ തന്നെ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉണ്ടാകുന്നില്ല. മറിച്ചല്ലെങ്കിൽ എന്തുണ്ടാവണം? നീ എന്നറിയണം, എന്നെയും നീ എന്നറിയണം. അതും സാധിക്കുന്നില്ല. അപ്പൊ ജീവഭേദത്തെ അങ്ങനെ യുക്തി കൊണ്ട് നിഷേധിക്കാൻ കഴിയത്തില്ല. അത് നിലനിൽക്കുന്നു. മറ്റേതെല്ലാം ഭേദത്തെ നിഷേധിച്ചാൽ എന്തുകൊണ്ടതങ്ങനെ ശക്തമായി ഭേദം നിലനിൽക്കുന്നു? ഞാൻ, നീ എന്നുള്ള ഈ ഭേദത്തെ എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല? പറയുന്നു, അതിനെ പരിഹരിക്കുന്നതിന്റെ ഒരേ ഒരു വഴി എന്താണ്? മായോപമം. അതിനെ ഇന്ദ്രജാല സമമായി കാണുക. ഇന്ദ്രജാലത്തിൽ അയുക്തികമായി, യുക്തിക്ക് നിരക്കാത്തത്, അനുഭവത്തിന് നിരക്കാത്തത് ആയ എന്ത് സംഭവിക്കാം? അതങ്ങനെ സംഭവിക്കാം. അപ്പൊ ഞാനും നീയും വാസ്തവത്തിൽ അഭേദമായിരുന്നിട്ടും ഭേദഭാവന ശക്തമായി തന്നെ നിലനിൽക്കുന്നു. വാസ്തവത്തിൽ അത് അഭേദമാണ്. എങ്ങനെ അഭേദമാകുന്നു? ഏകമായ ചൈതന്യം എന്നുള്ള നിലയ്ക്ക്. അതെങ്ങനെ അറിയാം? ഞാൻ പറയുന്നു ഞാനെന്ന് എന്തിനാ ഞാൻ പറയുന്നു? ചൈതന്യത്തിൽ. നീയും എന്ന് പറയുന്നു, നീ എന്നല്ല പറയുന്നു, ഞാൻ എന്ന് പറയുന്നു. അപ്പൊ ഞാനെന്നെങ്ങനെയാണോ ചൈതന്യത്തെ ഞാനെന്ന് സാക്ഷാത്കരിക്കുന്നത്, അതുപോലെ നീയും അന്യനും ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? ആ ചൈതന്യത്തെ ഞാനെന്ന് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ മനസ്സിലാകാൻ എന്താണ് ചൈതന്യത്തിന്റെ ഏകത. ചൈതന്യം പരസ്പര ഭിന്നങ്ങളായിരുന്നെങ്കിൽ ഞാനെന്ന് ഗ്രഹിക്കുന്നു, അന്യൻ മറ്റൊരു തരത്തിൽ ഗ്രഹിച്ചത്, മറ്റേതെങ്കിലും ഒരു ഭാവത്തിലൂടെ ചൈതന്യത്തെ ഗ്രഹിച്ചത്. അങ്ങനെ ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ചൈതന്യത്തിന്റെ പ്രതീതി ഏകാകാരമാണ്, ഒരേ രൂപത്തിലാണ്. അത് തെളിവാണെന്തിന്? ഈ ചൈതന്യത്തിന്റെ ഏകത്വത്തിന്. അത് മാത്രം മതി ചൈതന്യം ഏകമാണെന്ന് തെളിയിക്കുന്നു. അങ്ങനെ ഏകമായിരുന്നിട്ടും ഏകമാണെന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെട്ടിട്ട്
സ്വാനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ട് ഒരുവനെങ്ങനെയാണോ സ്വാനുഭവത്തിലൂടെ ആ ചൈതന്യത്തിന്റെ ഏകത്വത്തെ ബോധിപ്പിക്കുന്നത്, അതുപോലെ ഓരോ ജീവനും ബോധിക്കുക എന്താണോ നമ്മൾ ഓരോരുത്തരും ഞാനെന്ന് ഒന്നിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ അറിയുന്നു പുസ്തകമെന്ന്, ഇതിനെ കാണുന്ന സർവരും അതിനെ പുസ്തകമെന്ന് അറിയുന്നു. സർവരുടെ അനുഭവവും ഏകരൂപത്തിലായതുകൊണ്ട് സർവരുടെ അനുഭവത്തിനും വിഷയമായിരിക്കുന്ന വസ്തു ഒന്ന് തന്നെ, പലതല്ല. അനുഭവം ഏകരൂപത്തിലായാൽ വസ്തു ഏകമാണ്. അപ്പൊ സർവരുടെയും അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ആ ചൈതന്യം അഹം അഹമെന്ന് ഏകരൂപത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ ചൈതന്യം ഒന്ന് തന്നെ. അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് തന്നെയാണെന്ന് യാതൊരു സംശയമില്ലാതെ ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടും വീണ്ടും ഞാൻ നീ എന്ന് ഭേദബുദ്ധിയിൽ അറിയുന്നു. സർവത്തെയും ഞാനെന്നറിയാൻ കഴിയുന്നില്ല ഒരുവന്. ഇതിനെന്താ സമാധാനം പറയുന്നു? ഒരു സമാധാനമുള്ളൂ. എന്താണോ? മായോപമം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തേഷാം ധർമ്മാണ്. ജീവന്മാർ, ധർമ്മം എന്ന് പറയുന്നത് ജീവനെന്നും പറയും, വസ്തുക്കൾക്കും പറയാം. ഇവയുടെ ഈ ഒരു ഭേദം അത് മായോപമമാണ്, മായാതുല്യമാണ്. മായാതുല്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലത്തിന് തുല്യമാണ്. തുല്യം എന്ന് പറയുമ്പോൾ ഇതും ഒരു ഇന്ദ്രജാലം തന്നെ. എല്ലാവരും ഏകമായി ഒന്നായി ഒരു വസ്തുവിനെ അറിഞ്ഞിട്ടും വീണ്ടും ഭേദബോധം നിലനിൽക്കുന്നു. ഞാൻ വേറെ നീ വേറെ എന്ന് കണക്കാക്കുന്നു. ഇതിനെ ഇന്ദ്രജാലമെന്നല്ലാതെ എന്ന് പറയാനാണ്. അതുകൊണ്ട് പറയുന്നു മായോപമം. യഥാ മായാമയാദാംബ്ര ബീജാജായതേ തന്മയോ മായാമയോ അങ്കുര. ഇന്ദ്രജാലക്കാരൻ സ്റ്റേജിലേക്ക് വന്നു. അവിടെ ഒരു മാങ്ങയണ്ടി അവിടെ ഇട്ടു. നിമിഷം കൊണ്ടത് വളർന്നു അതൊരു മരമായി ഇലയും പൂവും കായും എല്ലാം ഉണ്ടായി. വളരെ സമർത്ഥനായ ഒരു ഇന്ദ്രജാലക്കാരൻ ആ മാവിൽ നിന്ന് മാങ്ങ പറിച്ച് കാഴ്ചക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. ഇന്ദ്രജാലത്തിൽ അത് അസംഭവമായ കാര്യമല്ല. ഇന്ന് ഒരുപക്ഷെ കണ്ടേക്കും അങ്ങനെയുള്ള ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്നവർ. ഇന്ദ്രജാലത്തിൽ സാധ്യമാണ്. ഇനി ഇന്ദ്രജാലത്തിൽ അത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന പല സിദ്ധന്മാരുമുണ്ട്. സിദ്ധന്മാർക്ക് അത് സാധ്യമാണ്. ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്ന പോലെ അവർക്ക് ഒരു ബീജത്തിൽ നിന്ന് ഒരു വൃക്ഷത്തെ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഫലത്തെ സൃഷ്ടിക്കാനെല്ലാം കഴിയും. അതെങ്ങനെ സംഭവിക്കുന്നു? അതിന് പറയുന്ന പേരാണ് ഇന്ദ്രജാലം. അപ്പോൾ തികച്ചും അസംഭാവ്യമായ കാര്യങ്ങൾ, ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവർ കാണിക്കുന്നു. അനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ. കാരണം ഒരു ബീജം ഒരു വൃക്ഷമായി ഫലത്തെ സൃഷ്ടിക്കുന്നതിന് തീർച്ചയായും കാലദേശങ്ങളെ അപേക്ഷിച്ചേ പറ്റും. നിശ്ചിതമായ ദേശത്തിൽ പര്യാപ്തമായ കാലം കൊണ്ട് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ഇത് കാലദേശങ്ങളൊന്നും അപേക്ഷിക്കാതെ ക്ഷണികമായി സംഭവിക്കുന്നെങ്കിൽ എന്താണത്? നമ്മുടെ സാധാരണ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ്. പക്ഷെ കാഴ്ചയെ നിഷേധിക്കാനും വയ്യ. ഇതെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് കാരണമായിരിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഇന്ദ്രജാലം. നമുക്ക് മനസ്സിലാകില്ല എന്നാണ് അതിന്റെ അർത്ഥം. പേര് വരാൻ കാരണം മായാവിയായിരിക്കുന്ന ഇന്ദ്രനിൽ നിന്നാണ് ആ വിദ്യ ഉണ്ടായത്. അതുകൊണ്ട് അതിന് ഇന്ദ്രജാലം എന്ന് പേര്. മറ്റുള്ളവരെ ബുദ്ധിയാക്കുന്ന വിദ്യ എന്നാണ് ജാലം എന്ന് പറഞ്ഞാൽ. കാഴ്ചക്കാരനെ ബുദ്ധിയാക്കും. അതിന് സമമാണ് ഇവിടെ അനുഭവപ്പെടുന്ന ഈ ധർമ്മഭേദം, ജീവഭേദം വ്യക്തമായി സർവരും ബോധിച്ചിട്ട്. ഞാനെന്ന് ബോധിക്കാത്ത ആരുമില്ലല്ലോ. സർവരും ഈ ആത്മാവിന്റെ ഏകത്വത്തെ ബോധിച്ചിട്ടും ഞാൻ വേറെ നീ വേറെ
എന്ന് തന്നെ കരുതേണ്ടി വരുന്നു, കരുതാൻ നിർബന്ധിതനായിരിക്കുന്നു. അപ്പോൾ അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? മായ എന്നാണ്. അപ്പോൾ ആ മായയിൽ സംഭവിക്കുന്ന അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? അതിൻ്റെ ജാതകം കുറിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. മായാമയോ അങ്കുരോ നവസോ അങ്കുരോ നിത്യോ നവസ്ഥേതി വിനാശീവ. ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അത് ഇന്ദ്രജാലക്കാരൻ നട്ട ആ മാവ് അതിന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ ഇന്ന ഗുണദോഷങ്ങളോടുകൂടി ജനിച്ചു വളർന്നു, ഇന്ന സമയത്ത് അത് നശിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്തെങ്കിലും ആ കൽപ്പനകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരാൾ നമ്മൾ കരുതുന്നു അയാൾ ജനിക്കുന്നു, എന്നിട്ട് അവിടെ നിശ്ചയിക്കുന്നു എന്താണ്? ഇന്ന മുഹൂർത്തത്തിൽ, ശുഭമുഹൂർത്തത്തിൽ. അതിന് എന്തെല്ലാം കൽപ്പിക്കുന്നു? മുഹൂർത്തത്തെ കൽപ്പിക്കുന്നു, തിഥിയെ കൽപ്പിക്കുന്നു, ദിവസത്തെ കൽപ്പിക്കുന്നു, പക്ഷത്തെ കൽപ്പിക്കുന്നു, മാസത്തെ കൽപ്പിക്കുന്നു, അയനങ്ങളെ കൽപ്പിക്കുന്നു, ഋതുക്കളെ കൽപ്പിക്കുന്നു, വർഷത്തെ കൽപ്പിക്കുന്നു. എന്തെല്ലാം കൽപ്പനകൾ അവിടെ സംഭവിക്കുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളതിന് ജാതകം ഉണ്ടാക്കുന്നു. അതിൻ്റെ ജനനം ഇങ്ങനെയാണ്, ജീവിതം ഇങ്ങനെയാണ്, മരണം ഇങ്ങനെയാണ്, ഇതെല്ലാം പ്രവചിക്കുന്നു. ഇതെല്ലാം എന്താണ്? അസംബന്ധമാണ് എന്നാണ്. അപ്പോൾ ഇന്നെന്തുകൊണ്ട് നാസു അങ്കുരോ നിത്യോ ഉച്ചേരി വിനയശീവോ, ഇത് ജനിക്കുന്നില്ല, സ്ഥായിയായി നിലനിൽക്കുന്നില്ല, എന്തിനത് നശിക്കുന്നതുമല്ല. ഇതൊന്നും ഇതിനെ സംബന്ധിച്ച് പറയുന്ന ഈ വ്യവഹാരങ്ങളൊന്നും പരമാർത്ഥമല്ല, എന്നാലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് പറഞ്ഞാലും ഗൗഡപാദാചാര്യരല്ല. ഈ ഗൗഡപാദാചാര്യന്റെ ആചാര്യൻ പറഞ്ഞാലും ശരി, നമ്മൾ പോയി ജ്യോത്സ്യനെ കണ്ടേ സമാധാനം വരത്തുള്ളൂ, ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് കേട്ടിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ജ്യോത്സ്യം പറയണം, പേടിക്കണ്ട, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രഹാവേശവും മറ്റും പിടികൂടിക്കൊണ്ടിരിക്കും. ജ്യോത്സ്യം പറഞ്ഞാൽ തീർന്നു, ഇനി കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ഉറങ്ങാം, അല്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതാണ് ഇതിനെ മായ എന്ന് വിളിക്കുന്നത്. ഇത് സത്യവും അല്ല എന്ന് ബോധ്യപ്പെട്ടാലും വീണ്ടും ഇതിനെ സത്യമായി ഗ്രഹിച്ചുകൊണ്ട് അസത്യത്തിന്റെ പിന്നാലെ പോകും. അതാണ് മായ എന്ന് പറയുന്നത്. അതിനുള്ള മരുന്നാണിത്. പക്ഷെ ഇതും പലപ്പോഴും ഫലിക്കാറില്ല. ഒരേ മരുന്ന് തന്നെ പല രോഗികളിൽ പലതരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ചിലരത് ഫലിക്കും, ചിലരത് ഫലിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണോ? ഇതിന്റെ ജന്മാദികളെ കുറിച്ച് ചിന്തിക്കുക, ഭൂതഭാവികളെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അതൊക്കെ അസംബന്ധമാണോ? എന്നുകൊണ്ട് അഭൂതത്വ, പരമാർത്ഥത്തിൽ ജന്മാദികളൊന്നും സംഭവിക്കുന്നില്ല. ഇത് ബോധ്യപ്പെട്ടവൻ, പരമാർത്ഥത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടവൻ ഉറക്കം കിട്ടാൻ വേണ്ടി ജ്യോത്സ്യന്റെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. അതിന്റെ ആവശ്യമേ ഇല്ല. പോകുന്നവൻ അറിയുന്നില്ല എന്താണോ വാസ്തവത്തിൽ ഈ ജ്യോത്സ്യന് ഉറക്കമില്ല എന്നുള്ള കാര്യം. അതറിയത്തില്ല. ജ്യോത്സ്യൻ നേരെ ഉറങ്ങിയിട്ട് എത്രയോ കാലമായി. പക്ഷേ ജ്യോത്സ്യന് മറ്റുള്ളവരെ ഉറക്കാൻ കഴിയും. എന്തുകൊണ്ട്? ജ്യോത്സ്യനറിയാം ഇവനും എന്നെപ്പോലെ ഒരു വിഡ്ഢിയാണ് എന്ന് ജ്യോത്സ്യനറിയാം. അതുകൊണ്ട് നമ്മളാരും കരുതരുത് ഞാൻ ജ്യോത്സ്യന്മാരെ ആക്ഷേപിക്കുകയാണ്. മാണ്ഡുക്യത്തിന്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ജ്യോത്സ്യന്മാരോടൊക്കെ വലിയ ബഹുമാനമുള്ള ആളാണ്. തിരിച്ചു ധരിക്കരുത്. അഭൂതത്വം, അത് പറയാൻ വേണ്ടി പറയണം. ഇത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ല എന്നറിഞ്ഞാൽ ആ അറിവിനനുസരിച്ച് നീങ്ങിയാൽ മതി. പരമാർത്ഥമാണെന്ന് കരുതുന്നവൻ
നീങ്ങുന്നത് പോലെ പിന്നെ നീങ്ങേണ്ട ആവശ്യം ഇല്ല. അഭൂതത്വ തദ്വദൈവ ധർമ്മേഷു ജന്മനാശാദി യോജനായുക്തി. അതുപോലെയാണ് നിങ്ങളിവിടെ ഇതിനെല്ലാം ഓരോ യുക്തി കണ്ടുപിടിക്കും അല്ലേ? നമ്മളെല്ലാത്തിനെയും യുക്തി കണ്ടുപിടിക്കും. ജ്യോത്സ്യത്തിനും നമ്മൾ യുക്തി കണ്ടുപിടിക്കും. പക്ഷെ അതിനു മുമ്പ് ഇന്ന് സത്യമാണെന്ന് കരുതിയിട്ടാണ്. സത്യമാണെന്ന് കരുതി നമ്മൾ യുക്തികൾ കണ്ടുപിടിക്കുന്നു. ജന്മാദികൾക്ക് നമ്മൾ സത്യത്തെ അറിയുന്നതിന് വേണ്ടി നമ്മൾ യുക്തി ഉപയോഗിക്കുന്നു. പക്ഷേ യുക്തിക്കുള്ള പോരായ്മ എന്താണ്? അത് അസത്യത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അസത്യത്തിൽ നിലനിൽക്കുന്ന യുക്തി ഉപയോഗിച്ചിട്ട് സത്യത്തെ അറിയാൻ ശ്രമിക്കും. അത് ഒരു പോരായ്മ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തദ്വദേവ അതുപോലെ തന്നെയാണ് ധർമ്മേഷു ജന്മനാശാദി യോജന യുക്തി. ഇതിൽ നിങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ യുക്തികളും. അതുകൊണ്ടാണ് നമ്മൾ ഈ യുക്തി ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ഇതിനെ ബോധ്യപ്പെടാൻ ശ്രമിച്ചാലും ബോധ്യപ്പെടാതിരിക്കുന്നു. കാരണം നമ്മുടെ യുക്തി അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിലൂടെ ഇത് ബോധ്യപ്പെടേണ്ടതല്ല. യുക്തി അവസാനിക്കുന്നിടത്താണ് അനുഭവം. അല്ലെങ്കിൽ അനുഭവത്തിൽ പിന്നെ യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഏത് കാര്യത്തിലായാലും ശരി. എൻ്റെ മുമ്പിലിരിക്കുന്നത് പുസ്തകമാണെന്നുള്ളതിൻ്റെ അനുഭവമാണെങ്കിൽ ഇത് പുസ്തകമാണെന്നുള്ളതിന് മറ്റൊരു യുക്തിയുടെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു യുക്തിയിലൂടെ ഇതിനെ സമർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതെന്റെ അനുഭവത്തിലല്ല. ഞാൻ വേറെ ദൂരെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. എന്റെ അനുഭവത്തിൽ പുസ്തകമില്ല. അപ്പോൾ എനിക്കത് മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു. അതിൽ മറ്റൊരാളെ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ അത് പുസ്തകമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പല യുക്തികളും പറയേണ്ടി വരും. പുസ്തകമായതുകൊണ്ടാണ് അത് നോക്കി വായിച്ചത്, അതിൽ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് വായിക്കാൻ കഴിഞ്ഞത് എന്നിങ്ങനെ പല യുക്തികളും പറഞ്ഞിട്ട് അത് പുസ്തകമാണെന്ന് സമ്മതിക്കേണ്ടി വരും. പക്ഷെ ഇതിന്റെ അനുഭവത്തിൽ യുക്തികൾ അവസാനിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ജന്മനാശാദിയുടെ സമർത്ഥനത്തിന് വേണ്ടിയിട്ടുള്ള ഈ യുക്തികൾ അതെല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ അതാണ് ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം. അദ്വൈതി സ്വാനുഭവത്തിൽ നിന്നുകൊണ്ട് പറയും ഇത് പരമാർത്ഥമല്ല. കേൾക്കുന്നവൻ അവന്റെ യുക്തിയിൽ നിന്നുകൊണ്ട് അതിനെ നിഷേധിക്കും. താങ്കൾ പറയുന്നത് പരമാർത്ഥമല്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അതിൽ ഉള്ള വ്യത്യാസത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നതോ പരമാർത്ഥതോ ധർമാണ ജന്മനാശോ വിജ്യത്തെ. അതുകൊണ്ട് ജന്മനാശങ്ങളുടെ യുക്തി അത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നിവിടെ ആചാര്യൻ പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ്. ആ പരമാർത്ഥത്തിൽ നിങ്ങളുടെ യുക്തികൾ പ്രവർത്തിക്കുന്നില്ല. എന്റെ അനുഭവം യുക്തിയോട്ട് ആശ്രയിക്കുന്നുമില്ല. അതാണ്. എന്നാലും ഈ മനനം യുക്തി അപേക്ഷിക്കുന്നു. എന്തുകൊണ്ട് അപേക്ഷിക്കുന്നു? ഇവരിങ്ങനെ രണ്ട് തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനമാകത്തില്ല. ആചാര്യൻ സ്വന്തം അനുഭവത്തിന്റെ തലത്തിൽ നിൽക്കുന്നു, ശ്രോതാവ് സ്വന്തം യുക്തിയുടെ തലത്തിൽ. രണ്ടുപേരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതെവിടെയാ കൂട്ടിമുട്ടുന്നു? രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആചാര്യന് ഈ അനുഭവത്തെ ശിഷ്യന് ബോധ്യപ്പെടുത്താൻ കഴിയും? അല്ലെങ്കിൽ ശിഷ്യൻ എങ്ങനെ ആചാര്യന്റെ അനുഭവ തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും? ഇത് രണ്ടും അസാധ്യമായി വരും. ഇതിനെ രണ്ടിനെയും കൂടെ ഒരു പരിധി വരെ ഏകദേശം യോജിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം, ഒരു പാലം വേണം. അതിനെ ഏകദേശം പൂർണ്ണമായി യോജിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ ശ്രോതാവിന് ശിഷ്യന് താൻ നിൽക്കുന്ന നിലയിൽ നിന്ന് ഒരടി മുമ്പോട്ട് നടക്കാൻ.
ആചാര്യന് താൻ നിൽക്കുന്ന ആ നിലയിൽ നിന്ന് ഒരടി താഴോട്ട് വരാൻ, ശിഷ്യന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് യുക്തി ഉപയോഗിക്കുന്നത്. അത് പൂർണ്ണമല്ല, അതാണ് ഇവിടെ പറയുന്നത്. യുജ്യതേ, ആ യുക്തി അവിടെ പരമാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ല. പരസ്പരം ഒന്ന് അടുക്കാൻ സഹായിക്കും യുക്തിയിലൂടെ. പക്ഷെ അത് ഇതിന്റെ ആത്യന്തികമായൊരു മരുന്നല്ല. ആചാര്യന് സ്വന്തം നിലയിൽ നിൽക്കണമെങ്കിൽ യുക്തിക്കപ്പുറം തന്നെ നിൽക്കണം. ശിഷ്യന് തന്റെ നിലയിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ ഈ യുക്തി ഉപേക്ഷിച്ച് തന്നെ കഴിയും. എന്നാലും അവിടെ പരസ്പരം അടുക്കുന്നതിന് വേണ്ടി യുക്തിയെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് മനനത്തിന് പ്രസക്തി വരുന്നത്. കാരണം മനനത്തിൽ മുഖ്യമായി ആശ്രയിക്കുന്നത് യുക്തിയാണ്. അപ്പോൾ ആ യുക്തിക്കൊരു സാങ്കത്യമുണ്ട്, അതിന്റെ ഒരു നിരർത്ഥകതയുണ്ട്. രണ്ടും ഇവിടെ അദ്വൈതത്തിൽ അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഈ കാര്യം പറയുന്നത്. യഥാ മായാമയാദ് ബീജാത് ജായതേ തന്മയോങ്കുരാ നാസോ നിത്യോ നചോച്ഛേദി തദ്വത് ധർമ്മേഷു യോജന. നാദേശു സർവധർമ്മേഷു ശാശ്വതാശാശ്വതാഭിധാ യത്ര വർണ്ണാനവർത്തന്തേ വിവേകസ്തത്ര നുച്യതേ. പരമാർത്ഥതസ്തു ആത്മസ്വജേഷു നിത്യീകരസ വിജ്ഞപ്തിമാത്രസത്താവേഷു ശാശ്വതോ അശാശ്വത ഇതി വാ ന അഭിധാനം പ്രവർത്തത്തെ. ആത്മാവിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയുന്നത് എന്താണ്? അത് നിത്യമാണ്, ഏകരസമാണ്, ഏക സ്വഭാവത്തിലുള്ളതാണ്. അതിന്റെ ഏക സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ്? അത് ആനന്ദമാണ്, ശാന്തമാണ്. ശാന്തം, ശിവം, അദ്വൈതം, അതാണ് അതിന്റെ ഏക സ്വഭാവം എന്ന് പറയുന്നത്. എന്താണത്? അങ്ങനെ പറയുമ്പോൾ എല്ലായിടത്തും തത്വത്തെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും ആ തത്വത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അത് വിജ്ഞപ്തി മാത്രം സത്താകാം. അത് കേവല വിജ്ഞപ്തി മാത്രമാണ്. വിജ്ഞപ്തി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ആ തത്വത്തിൽ നിന്ന് അകലാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എല്ലാം അതിന്റെ ചർച്ചയും ഇതെല്ലാം തന്നെ ആ വിജ്ഞപ്തിയാണ്. അല്ലെങ്കിൽ എന്താണ്? വിജ്ഞപ്തിയിൽ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിജ്ഞപ്തിയാണെന്നറിയുമ്പോൾ വിജ്ഞപ്തി മാത്ര സത്ത, അവിജ്ഞപ്തിയെ തന്നെയാണ് ഉണ്മ എന്ന് പറയുന്നത്. അവിജ്ഞപ്തി തന്നെയാണ് സത്യമായിരിക്കുന്നതും, അതാണ് പരമാർത്ഥം എന്നറിയുമ്പോൾ ആ വിജ്ഞപ്തിയിൽ നിന്ന് മാറി ഇതിനെക്കുറിച്ചൊരു ചർച്ച സാധ്യമല്ല. വിജ്ഞാനത്തെ വിട്ടിട്ടൊരു കളിയില്ല. ഇവിടെ എങ്ങോട്ട് ചെന്നാലും എന്ത് ചെയ്യും? അത് ആ വിജ്ഞാനം തന്നെ. അത് ഈ പരമാർത്ഥത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും അനായാസവുമായ വഴിയാണ്. അത് വിജ്ഞാനത്തിലാണ് ഈ സർവവും നിലനിൽക്കുന്നത്, സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് വിജ്ഞപ്തി മാത്ര സത്താണ്. അതിനെ പരമാവധി തിരിച്ചറിയേണ്ടത് വിജ്ഞപ്തിയായിട്ടാണ്. കേവല സത്ത എന്ന് പറഞ്ഞാലും പോരാ. കാരണം സത്ത നമ്മൾ സർവത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ മുമ്പിലിരിക്കുന്ന സർവ്വ വസ്തുക്കളിലും നമുക്ക് സത്ത അനുഭവപ്പെടുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇവിടെ എന്താണ്? ആ സത്ത സർവത്തിൽ അനുഭവപ്പെടുന്ന ആ സത്ത അത് വിജ്ഞപ്തിയുടെ സത്തയാണ്. വിജ്ഞപ്തി എപ്പോഴാണോ അതിനെ ഗ്രഹിക്കുന്നത്,
അവിടെ അതിന് സത്തയുണ്ട്. സുഷുപ്തിയിൽ എന്തിനെങ്കിലും സത്തയുണ്ടോ? ഏതെങ്കിലും ഒരു വസ്തുവിൽ നമുക്ക് സത്ത അറിയാനുണ്ടോ? നമ്മുടെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിന്റെ സത്ത അവിടെ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവിടെ വിജ്ഞപ്തി ഇതിനെ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല. വിജ്ഞപ്തി ഗ്രഹിക്കാതിരുന്നാൽ ഇതിന് സത്തയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്ത അത് വിജ്ഞപ്തിയുടെ സത്തയാണ്, വിജ്ഞപ്തിയുടെ ഉണ്മയാണ് എന്ന തരത്തിൽ അറിയുമ്പോൾ ഒരാൾക്ക് വിജ്ഞപ്തിയിൽ നിന്ന് വേറിട്ട് നിന്നിട്ട് ഒന്നും തന്നെ സാധ്യമാകില്ല. അതിനുവേണ്ടി പറയുന്നു, മറ്റെല്ലാ വിശേഷങ്ങളും പറഞ്ഞാലും നിത്യ, ഏകരസ, പരമാർത്ഥം, ആത്മാജം, അത് വിജ്ഞപ്തി സ്വരൂപമാണ്. അവിടെ ശാശ്വത അശാശ്വത ഇതിവ ന അഭിത ന അഭിധാനം പ്രവർത്തത്തെ. ആ വിജ്ഞപ്തിയിൽ നിങ്ങൾക്ക് എന്താണ്? എന്തിനെങ്കിലും ഒന്നിനെ ശാശ്വതമെന്നോ മറ്റെന്തെങ്ങനെയെങ്കിലും ഒന്നിനെ അശാശ്വതമെന്നോ പറയാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ഒന്നിനെ നിത്യമെന്നോ ഒന്നിനെ അനിത്യമെന്നോ വേർതിരിക്കാൻ വയ്യ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, തൊട്ടു മുമ്പ് തന്നെ പറയും എന്താണ്? ആത്മാവ് നിത്യമാണ്, അനാത്മാവ് അനിത്യമാണെന്ന് പറഞ്ഞതോ കേവലം കാലത്തെ അപേക്ഷിച്ച് പറയുന്നു, വിജ്ഞപ്തിയെ അപേക്ഷിച്ച് പറയുന്നതല്ല. കാലം നമുക്ക് ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പ്രതീതമാകുന്നത് അനന്തമായിട്ടാണ്. കാലത്തിനൊരു ആദിയെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല, കാലത്തിനൊരു അന്ത്യത്തെയും നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കാലം അനാദിയായി പ്രതീതമാകുമ്പോൾ ആ കാലത്തെ അപേക്ഷിച്ച് നമ്മൾ പറയും എന്താണ്? ഇത് നിത്യമാണ്, ആത്മാവ് നിത്യമാണ്, അനാത്മാവ് അനിത്യമാണ് പറയുന്നു. വിജ്ഞപ്തിയിൽ എന്താണ്? ആ കാലവും ആ വിജ്ഞപ്തി സ്വരൂപമാണ്. ആ വിജ്ഞപ്തിയിൽ നിന്ന് വേറിട്ടൊരു കാലവുമില്ലെങ്കിൽ അവിടെ കാലത്തെ അപേക്ഷിച്ചുള്ള നിത്യ അനിത്യ വിവേചനം എങ്ങനെ സംഭവിക്കും? സാധ്യമല്ല. ഇനി നിങ്ങൾക്ക് നിത്യമെന്നോ അനിത്യമെന്നോ എന്തിന്? വിജ്ഞപ്തി എന്ന് തന്നെ പറയുകയും ബോധിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതാണ് അടുത്ത് പറയുന്നത്, എത്രയേഷു വർണ്ണിന്തേരർത്ഥാഹത്യ വർണ്ണ ശബ്ദാന പ്രവർത്തന്തേ അഭിതാദം പ്രകാശയിതും ന പ്രവർത്തന്തേ. വർണ്ണം ആവശ്യമാണ്, ശബ്ദം ആവശ്യമാണ്. നമ്മൾ ഈ ഘോര ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതെല്ലാം എന്തിനെ ആശ്രയിച്ചിട്ട്? ശബ്ദത്തെ ആശ്രയിച്ചു. ശബ്ദത്തെ ആശ്രയിച്ചിട്ട് ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു വിജ്ഞപ്തി. പരമാർത്ഥം എന്താണ്? ശബ്ദം അവിടെ പ്രവർത്തിക്കുന്നില്ല. ശബ്ദം പ്രവർത്തിക്കാത്ത ഒന്നിനെ ലക്ഷ്യമാക്കി ശബ്ദത്തെ പ്രയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദത്തിലൂടെ അത് വെളിപ്പെടത്തില്ല. നമ്മൾ പറയുന്നു, വിജ്ഞപ്തിയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടു, എനിക്ക് വിജ്ഞപ്തിയെക്കുറിച്ച് മനസ്സിലായി എന്ന് ധരിക്കുന്നു. വിജ്ഞപ്തിയെക്കുറിച്ച് ഞാൻ അറിവുള്ളവനാണെന്ന് ധരിക്കുന്നു, അല്ലെങ്കിൽ വിജ്ഞപ്തിയെ ഞാൻ സാക്ഷാത്കരിച്ചവനാണെന്ന് ധരിക്കുന്നു. ഈ ധാരണകളെല്ലാം എവിടെ നിൽക്കുന്നു? കേവലം ശബ്ദരൂപം. അല്ലെ? നമ്മുടെ അതിസൂക്ഷ്മമായ ചിന്ത പോലും ശബ്ദരൂപത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ശബ്ദത്തെ ഒന്ന് വിട്ടിട്ട് ആരെങ്കിലും ചിന്തിച്ചു നോക്കും. ഏതെങ്കിലും ഒരു ചിന്ത അത്ര സൂക്ഷ്മമായിക്കൊള്ളട്ടെ, അങ്ങേറ്റം നമുക്ക് ചിന്തിക്കാവുന്നുള്ളത് ബ്രഹ്മം, അവിടെ ഈ ശബ്ദം വരും. അതാണ് പരമാർത്ഥം. അപ്പോൾ ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഈ അഭ്യാസങ്ങളെല്ലാം. കാരണം മനസ്സിന് ശബ്ദാത്മകമായി പ്രവർത്തിക്കാൻ കഴിയൂ. പ്രവർത്തിക്കാന്ന് വെച്ചാൽ ചിന്തിക്കാൻ, വിചാരിക്കാൻ കഴിയത്തുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ മനസ്സില്ലാതായി. ഉദാഹരണം ഉറക്കം തന്നെ. അവിടെ എന്താണ്? മനസ്സില്ല, ശബ്ദവും രണ്ടുമില്ല. അതുകൊണ്ട് നമുക്ക് ശബ്ദം കേട്ടിട്ട് ഉണരാൻ പറ്റത്തില്ല. ഉറക്കത്തിൽ ശബ്ദം ഇല്ല.
ഉറക്കത്തിൽ മനസ്സുണ്ട്. മനസ്സ് ചലിച്ചാൽ അത് ശബ്ദാത്മകമാണ്. ഏതനുഭവമായാലും, സുഖമായാലും ദുഃഖമായാലും അവിടെയെല്ലാം നമ്മൾ ശബ്ദത്തെ ആശ്രയിക്കുന്നു. അങ്ങേയറ്റം നമ്മുടെ ബ്രഹ്മാനുഭവം പോലും ശബ്ദത്തെ ആശ്രയിക്കുന്നു. പറയുന്നു, എത്ര യേശു വർണ്ണിയന്തേരർത്ഥാസ്തി ശബ്ദ വർണ്ണാഹ ശബ്ദാന പ്രവർത്തന്തെ. വാസ്തവത്തിൽ അവിടെ ഈ ശബ്ദം പ്രവർത്തിക്കുന്നില്ല. നമുക്കൊരിക്കലും ഈ ശബ്ദത്തിലൂടെ ഇതിനറിയാൻ കഴിയത്തില്ല. അതുകൊണ്ടല്ലേ ശ്രുതി പറയുന്നത് അത് വാക്കുകൊണ്ട് പറയാൻ കഴിയത്തില്ല, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ കഴിയത്തില്ല. രണ്ടും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. കാരണം മനനം ചെയ്യണമെങ്കിൽ വാക്ക് വേണം. അഭിതാതും പ്രകാശയിതും ന പ്രവർത്തന്തേ. അവിടെ നേരത്തെ പറഞ്ഞു നിത്യാനിത്യ വ്യവഹാരങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? പ്രധാനമായ കാരണം അവിടെ ഒരു തരത്തിലുള്ള ശബ്ദവും അതിനെ വെളിപ്പെടുത്തുന്നില്ല എന്നർത്ഥം. ശബ്ദത്തിനുള്ള ശേഷിയില്ല. ശബ്ദശക്തി എന്താണ്? അതിന് പ്രവർത്തിക്കാവുന്നുള്ള ഈ വസ്തുക്കളിലേ ഉള്ളൂ. പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്കുടനെ മനസ്സിലാകും. മനസ്സിൽ എന്താ വരുന്നത്? ഒരു രൂപവും ഒരാകാരവും ചില ഗുണങ്ങളും ചില ക്രിയകളും എല്ലാം വരും. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഈ എന്താണ് വിജ്ഞപ്തി മാത്രമായി അതിന് ശബ്ദത്തിലൂടെ എങ്ങനെ ബോധ്യപ്പെടാൻ കഴിയും എന്നാണ് പറയുന്നു. വിജ്ഞപ്തി എന്നുള്ള ശബ്ദത്തിലൂടെയോ വിജ്ഞപ്തി എന്നുള്ള ശബ്ദത്തിലൂടെ നമ്മൾ എന്താണോ ഇപ്പൊ ധരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിജ്ഞപ്തിയുടെ വാസ്തവരൂപമല്ല. വിജ്ഞപ്തിയുടെ മായാമയമായ രൂപത്തെയാണ് ഗ്രഹിക്കുന്നത്. വിജ്ഞപ്തിയുടെ വ്യാവഹാരികമായ രൂപത്തെയാണ് ഗ്രഹിക്കുന്നത്. വിജ്ഞപ്തിയുടെ പാരമാർത്ഥികമായ ഒരു രൂപത്തെയല്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് കൊണ്ട് ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുക, ശബ്ദം കൊണ്ട് ഇതിനെ നിലനിർത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല. നമ്മൾ വിചാരം കൊണ്ട് ഈ ബോധത്തെ ഉണർത്താൻ ശ്രമിച്ചാൽ അത് ഉണരത്തില്ല. അതിനൊക്കെ മറ്റ് പ്രയോജനങ്ങളും ആചാര്യസ്വാമികൾ പറയുന്നത് പോലെ അതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ മറയെ മാറ്റുന്നതിനൊക്കെ ഒരുവിധ സഹായിക്കും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്താണ്? എന്റെ ബോധം, എന്റെ ചിന്ത സദാസമയം വിജ്ഞപ്തിയിൽ തന്നെ നിൽക്കണം എന്ന് വിചാരിച്ചാൽ ശ്രമിച്ചു നോക്കാൻ നടക്കത്തില്ല. എന്തുകൊണ്ട്? അനിത്യമായ നമ്മുടെ വിചാരങ്ങൾക്കോ അനിത്യമായ ശബ്ദങ്ങൾക്കോ ഒന്നും അവിടെ എത്തിച്ചേരാനോ അതിനെ പ്രകാശിപ്പിക്കാനോ കഴിയത്തില്ല. പിന്നെ നമ്മൾ ശ്രമിച്ചാൽ കഴിയുന്നത് എന്താണ്? ഈ വിജ്ഞപ്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ നമുക്ക് നിലനിർത്താൻ പറ്റും. അത് വിജ്ഞപ്തിയെക്കുറിച്ചുള്ള കേവലം ചിത്തവൃത്തികൾ, സങ്കല്പങ്ങൾ മാത്രമാണ്. അതിന് യാതൊരു ഗ്യാരണ്ടി ഉള്ളതല്ല. അതേ സമയവും മാറിപ്പോകണം. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഇതെല്ലാം പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നു, ചില പറയും കുറച്ചല്ല കൂടുതൽ മനസ്സിലാവുന്നു. പക്ഷേ എന്താണ് ഇതൊന്നും മാറിക്കഴിയുമ്പോൾ എല്ലാം പോകും. ഇതാരുടെയും കുറ്റമല്ല. എന്തുകൊണ്ട്? അവിടെ ശബ്ദാത്മകമായ ജ്ഞാനം ഉണ്ടാകുന്നു, ശബ്ദാത്മകമായ ജ്ഞാനം ഇല്ലാതാകുന്നു. മനോമയമായ പ്രതീതികൾ ഉണ്ടാകുന്നു, മനോമയമായ പ്രതീതികൾ മാറിപ്പോകുന്നു. ഇതിന്റെ സ്വഭാവമാണ്. ഇതിന് വിലപിച്ചിട്ട് കാര്യമില്ല. ഇതിങ്ങനെ അല്ലാതെ ആയിരിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിന്റെ സ്വഭാവമാണത്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിതിൽ എന്തെങ്കിലും അഭ്യാസം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഇതിന് മാറ്റമൊന്നുമില്ല. വിജ്ഞപ്തി സ്വയം പ്രകാശസ്വരൂപത്തിൽ തന്നെ നിലനിൽക്കും. നിങ്ങളുടെ അഭ്യാസങ്ങൾ അതിനെന്തെങ്കിലും ഗുണത്തെ വരുത്തുകയോ അതിലെന്തെങ്കിലും ദോഷത്തെ വരുത്തുകയോ എന്തെങ്കിലും ഗുണത്തെ ഇല്ലായ്മ ചെയ്യുകയോ എന്തെങ്കിലും ദോഷത്തെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുന്നില്ല.
അതുകൊണ്ടിവിടെ പറഞ്ഞെന്താണ്? ഇന്ന പ്രവർത്തതേ, ഇതൊന്നും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പക്ഷം എന്തെങ്കിലും ചെയ്യാം. എന്താണ്? നിങ്ങൾ ഈ വിജ്ഞപ്തി അങ്ങ് വെറുതെ വിട്ടയ്ക്കുക. ഇവിടെ ഈ ലോകത്ത് നിങ്ങൾക്ക് അഭ്യാസത്തിന് എന്തെല്ലാം ഉണ്ട്, അതിൽ അഭ്യാസം നടത്തുക. അതാണ് ഇവിടെ പറയുന്ന ആചാര്യം. ഇതിന് നിങ്ങളുടെ അഭ്യാസങ്ങളൊന്നും നടക്കത്തില്ല. നിങ്ങളുടെ അഭ്യാസം നിങ്ങളുടെ വാക്കുകളിൽ നടക്കും, നിങ്ങളുടെ മനസ്സിൽ നടക്കും. അതിനപ്പുറം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് വാക്കുകളിലുള്ള സ്ഥായിത്വവും മനസ്സിലുള്ള സ്ഥായിത്വവും അതൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പറയുന്നു, ഇതം ഏവം ഇതി വിവേകവും വിവിക്തത തത്ര നിത്യവും അനിത്യവും ഇതി ന ഉച്യത്തെ യതോ വാചോ നിവർത്തന്തേ ഇതി ശ്രുതേ. അതുകൊണ്ട് നമുക്ക് വാശിയാണ്. എന്താണ്? ഇതിനെ പിടിച്ചെടുക്കണം, വിജ്ഞാനത്തെ സാക്ഷാത്കരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് പറയുന്നത്? ഇതം ഏവം, ഇതിങ്ങനെയാണെന്ന് അറിയണമെന്നാണ്. ഇതിങ്ങനെയാണെന്നൊരു വസ്തുവിനെ അറിയുക എന്ന് വെച്ചാൽ അതിനെന്തെങ്കിലും വിശേഷണങ്ങളോടുകൂടി അറിയുക എന്നുള്ളതാണ്. ഇതിനെങ്ങനെ അറിയുക? ഇതിനെ ഇങ്ങനെ അറിയുക, അങ്ങനെ അറിയാൻ പറ്റിയ ഒന്നല്ല. ഇതിൽ ഇങ്ങനെകളില്ല, വിശേഷണങ്ങളില്ല, ഇതിൽ പ്രകാരങ്ങളില്ല. ഇതം ഏവം ഇതി വിവേക, അത് സാധ്യമല്ല. അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേവലമായ ഇച്ഛയാണ്. അപ്പോ പിന്നെ എന്താ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കും. നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ കഴിയാത്തടത്തോളം കാലം എന്തെങ്കിലും ചെയ്യുക, ചെയ്യുന്നതിന് നല്ല കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. ഇപ്പൊ ചെയ്യുന്നതിന് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ചെയ്യുക. പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ് ഇതിന്റെ അവസാനമെന്ന് കരുതാതിരിക്കുക. അതാണ് ഇവിടെ പറയുന്നത്, ഇതം ഏവം ഇതി വിവേകോ വിവിക്തത എന്നാണ്. അങ്ങനെ ഇതിനെ വേർതിരിച്ച് ഗ്രഹിക്കാം എന്നുള്ള നമ്മുടെ ധാരണ. അത് സാധ്യമല്ല. ഇതിന് മാത്രമല്ല, തത്ര നിത്യോ അനിത്യോ ഇതി. അതുകൊണ്ട് തന്നെ എന്താണ്? നിത്യ അനിത്യ വ്യവഹാരങ്ങൾ ഒന്നിവിടെ സാധ്യമല്ല ഒരിടത്തും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കഠോപനിഷത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. വിമവേഷ ഗുണതേ തനോം ഹി സ്വാം. ഇത് ഒരിക്കലും ഒരു കണ്ടെത്തലല്ല, മറിച്ച് ഇതൊരു വെളിപ്പെടലാണ്. അതുകൊണ്ട് പറയുന്നു, ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? സ്വയം പ്രകാശമാണ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് പരിശ്രമമാകാം, പക്ഷേ ഒരിക്കലും ഇതിന്റെ ഫലം നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത്, കർമ്മം കൊണ്ട് സാധ്യമല്ല. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കരുത് തൂമ്പയെടുത്ത് നിലത്ത് വെട്ടുന്നതാണ്. മനസ്സിന്റെ വിചാരവും കർമ്മം തന്നെ. കർമ്മം കൊണ്ട് സാധ്യമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് ഫലമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധ്യമായാൽ നശിച്ചു, സാധ്യമാകുന്നതെല്ലാം നശിക്കും. അതാണ് ഇതിനെക്കുറിച്ച് അവസാനം പറയുന്നത്, യതോ വാചോ നിവർത്തന്തേ. അവിടെ പറയുന്നു, വാക്ക് അവിടെ എത്തിപ്പെടുന്നില്ല. അതിനുശേഷം പറയും, അവിടെ തന്നെ ശരീരം എന്താണ്? മനസ്സ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താമെന്ന് കരുതുന്നതിന് എന്താ അർത്ഥമുള്ളത്? അസാധ്യമല്ല എന്നാണ്. നാദേശു സർവധർമ്മേഷു ശാശ്വത ശാശ്വതാഭിത എത്ര വർണ്ണാന വർത്തന്തേ വിവേകസ്തത്ര നുച്യതേ